നമസ്തേ. ശ്രേഷ്ഠയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ശ്രേഷ്ഠയുടെ 50ാമത്തെ അധ്യായമാണ്. അതുകൊണ്ട് തന്നെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എപ്പിസോഡാണിന്ന്. ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് അയോധ്യ രാമജന്മഭൂമിയിലാണ്. അയോധ്യ രാംലല്ല മന്ദിറിൻ്റെ മുന്നിലാണ് ഇന്ന് നിൽക്കുന്നത്. അയോധ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിലുള്ള സ്ട്രീറ്റ് ലൈറ്റ് എല്ലാം രാമായണം റിലേറ്റഡ് ആയിട്ടുള്ള ഡിസൈനിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, അമ്പും വില്ലും. രാമമന്ത്രവ ജപിസോ ഹേ മനോജ, രാമമന്ത്രവ ജപിസോ ഹേ മനോജ. അയോധ്യ രാം മന്ദിറിലാണ്. ഇവിടെ വെള്ളി കൊണ്ടുണ്ടാക്കിയ പല്ലക്ക് അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൽ ഭഗവാനെ എഴുന്നള്ളിച്ചിട്ട് ഈ ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കും. രാമമന്ത്രവ ജപിസോ ഹേ മനോജ, രാമമന്ത്രവ ജപിസോ. ഇതൊക്കെ കണ്ടോ, എന്ത് ഭംഗിയുള്ള ചിത്രപ്പണികളാണെന്നറിയോ ഇതെല്ലാം. വന്ന് രാംലല്ലയെ കാണാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുകയാണ്. മനോജ രാമമന്ത്രവ ജപിസോ ഹേ മനോജ. മനോഹരമായ രാംലല്ല വിഗ്രഹത്തിൻ്റെ ശില്പി മൈസൂർ സ്വദേശിയായ അരുൺ യോഗിരാജാണ്. കൃഷ്ണശിലയിലാണ് ഈ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. മുഴുവനായും മാർബിളിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ചിത്രപ്പണികളാണ് ഇവിടെ എവിടെ നോക്കിയാലും കാണാൻ സാധിക്കുന്നത്. മേളിലേക്കൊക്കെ നോക്കൂ. രാമമന്ത്രവ ജപിസോ ഓ ആ മന്ത്ര ഈ മന്ത്ര മേച്ചിനി ഗടബേട. ഈ ക്ഷേത്രം നിർമ്മിച്ച അന്ന് തൊട്ട് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഭഗവാനെ ദർശിക്കാനായിട്ട് ഇവിടെ വരുന്നത്. ഈ വാതിലിനുള്ളിലാണ് രാംലല്ല ഉള്ളത്. തുറന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് രാംലല്ലയെ കാണാം. പല്ലക്കിൻ്റെ പ്രദക്ഷിണം വെക്കാൻ പോവാണ്. ഇതാണ് പല്ലക്ക്, വെള്ളിയിലുള്ള പല്ലക്ക്. ഇതാണ് അവിടെ വെച്ച് അലങ്കരിച്ചത്. ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ആ മന്ത്ര ഈ മന്ത്ര മേച്ചിനി ഗടബേട. 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 ಸೋಮಶೇಖರ ತನ್ನ ಬಾಮಿನಿ ಗೋರೆ ದಿಗ ಸೌಖ್ಯಾಚೀತರಹಾನಿ ಸಾಧನಮಲಂ ಭಕ್ತಿರ್ಶ್ರುತಿ ವ್ಯಂಜಯನ್. ಓ ಚತುರಾನನ ದಿವರ್ದಿತ ನೀಗುಪರ ಕೇಲನಯ್ಯ. ಓ ಚತುರಾನನ ದಿವರ್ದಿತ നോക്കുമ്പോഴാണ് ഈ ക്ഷേത്രത്തിൻ്റെ വലിപ്പം മനസ്സിലാവുന്നത്. വളരെ വലിയ ക്ഷേത്രമാണ്. കംപ്ലീറ്റ് ആയിട്ടില്ല, എന്നിട്ട് പോലും ഇത്രയും വലിപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് ചുറ്റും കോറിഡോർസ് ഒക്കെ വന്നു കഴിയുമ്പം എങ്ങനെയായിരിക്കും അല്ലേ? ಸೋಮಶೇಖರ ತನ್ನ ಬಾಮಿನಿ ಗೋರೆ ದಿಗ. ಸೋಮಶೇಖರ ತನ್ನ ಬಾಮಿನಿ ಗೋರೆ ದಿಗ. ರಾಮ ಮಂತ್ರವ ಜಪಿಸೋ
സരയൂവിന്റെ തീരത്ത് പോവുകയാണ്. നയാ ഘാട്ട് എന്നാണ് ഇപ്പൊ പേരിട്ടിരിക്കുന്നത്. പണ്ടത്തെക്കാളും ഒരുപാട് റിനോവേറ്റ് ഒക്കെ ചെയ്തിട്ട് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് അവിടെ. എവിടെ ബോട്ട് പോകുന്നു നോക്കിയേ, ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ഇവിടെ എവിടെ വന്നാലും ഒരുപാട് ഷോപ്സിൽ ഇങ്ങനത്തെ ഷോളുകൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ജയ് ശ്രീറാം എന്നും ജയ് ശ്രീറാം എന്ന് എഴുതിയ ഷോളുകൾ, ഒരുപാട് യെല്ലോ, റെഡ്, ഓറഞ്ച് അങ്ങനത്തെ കളേഴ്സിലുള്ള ഷോളുകൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. നല്ലതല്ലേ? ഇന്ന് രാവിലെ രാമക്ഷേത്രത്തിൽ ദർശനം നടത്തി. അത് കഴിഞ്ഞിട്ട് അയോധ്യയിലുള്ള കുറേ സ്ഥലങ്ങൾ കാണാനായിട്ട് ഇറങ്ങിയതാണ്. ഇപ്പൊ ദാ സരയൂവിന്റെ തീരത്താണ് നിൽക്കുന്നത്, നയാ ഘാട്ട്. പണ്ട് ഇതിങ്ങനൊന്നും ആയിരുന്നില്ല. ഇപ്പോ രാമക്ഷേത്രം വന്നതിന് ശേഷം ഇത് റിനോവേറ്റ് ചെയ്തിട്ട് നമ്മുടെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ ഗംഗാ തട്ടിനെ പോലെ തന്നെ വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഗംഗാ ആരതി നടക്കുന്ന പോലെ ഇവിടെ സരയൂ ആരതിയും നടക്കാറുണ്ട്. രാമമന്ത്രവ ജപേസോ നമുക്ക് എല്ലാവർക്കും അറിയാം സരയൂ നദിയും രാമായണവുമായിട്ടുള്ള ബന്ധം അല്ലേ? അയോധ്യയിലെ സരയൂ നദി വളരെ പ്രശസ്തമായിട്ടുള്ളൊരു നദിയാണ്. ഗംഗാ ആരതി നടക്കുന്ന പോലെ തന്നെ സരയൂ ആരതിയും നടക്കാറുണ്ട്. സരയൂ ആരതി കാണാനാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് പോകുന്ന വഴിയിൽ എല്ലാം കോൺക്രീറ്റിൻ്റെ ഒരു ഫ്രെയിം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലെല്ലാം രാമായണത്തിലെ കഥകൾ കൊത്തി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഹനുമാനെ പിടിച്ചുകൊണ്ട് രാവണന്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന ആ ഒരു കഥയാണ് ഇവിടെ കൊത്തി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇതുപോലുള്ള ഒരുപാട് കോൺക്രീറ്റ് ഫ്രെയിംസ് ഇവിടെ കാണാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ തൂണുകളാണ്. ആ ഒരു ഈ രീതിയിലുള്ള ഒരുപാട് തൂണുകൾ രണ്ട് സൈഡിലും അമ്പലത്തിൽ എത്തുന്നത് വരെ ഉണ്ട്. ഇതാ ഇവിടെ ഉണ്ട്, അപ്പുറത്തും ഇതുപോലൊരു ഫ്രെയിം ഉണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ ആ സൈഡിലും ഉണ്ട് അതേപോലെ. കണ്ടോ? സകല വേദಗಳಿಗೆ സാരമേ ഇവ മന്ത്ര. സരയൂ ഘാട്ടിന് അടുത്ത് തന്നെയുള്ള രാംകിപേട്ടയാണ്. ഇവിടെ രാത്രിയിൽ നല്ല ലേസർ ഷോ നടക്കാറുണ്ട്. ഈ കാണുന്ന ബിൽഡിങ്സ് ഇല്ലേ, ഈ ബിൽഡിംഗ് ഒരു ട്രഡീഷണൽ ബിൽഡിംഗ് ആണ്. അതിൽ ലൈറ്റ്സ് കൊടുത്തിട്ട് നല്ല മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ നടക്കാറുണ്ട്, ലേസർ ഷോ. നല്ല ഭംഗിയാണ് അത് കാണാൻ. शिवजी को चढ़ाना है। शिवजी का मंदिर किधर है? ओ वो शिवजी का मंदिर है। हाँ, जल वाटर इसमें से लेना पड़ेगा। ओके, उसके बाद ये भी ले जाके ओके। इसी बिल्डिंग में इस मंदिर के ऊपर लाइट्स सब दिखा शाम को. हाँ ओके, लेसर शो होगा है ना? ओके. ഈ ബിൽഡിംഗ് ഞാൻ പറഞ്ഞില്ലേ, ഇത് ശിവജി ക മന്ദിർ ഹൈ, ശിവന്റെ അമ്പലമാണ്. അപ്പൊ ആ ബിൽഡിങ്ങിലാണ് ലൈറ്റ്സ് കൊടുത്തിട്ട് അവർ ലേസർ ഷോ കാണിക്കുന്നത്. ಮುಕ್ತಿಮಾರ್ಗಗೆ ನೀವೇ ಮೂಲ ಮಂತ್ರ, ಸಕಲ ವೇದಗಳಿಗೆ ಸಾರಮೇ ಇವ ಮಂತ್ರ, ಮುಕ್ತಿಮಾರ್ಗಗೆ. ഇത് സരയൂവിന്റെ തീരത്തുള്ള സരയൂ മന്ദിർ. ನೀವೇ ಮೂಲ ಮಂತ್ರ, ಭಕ್ತಿ ರಸಕ್ಕೆ ಧಾರಿ ಉಮ್ಮೆ ತೋರುವ ಮಂತ್ರ, ഭക്തി രസകേ ധാരി. ഇവിടെ സരയൂ ആരതിക്കുള്ള ഒരുക്കങ്ങളാണ്. ഉമ്മെ തോರುವ ಮಂತ್ರ, സുഖനിധി പുരന്തര വിഠലന മഹാമന്ത്ര. സരയൂ ആരതി കഴിഞ്ഞ ഉടനെ ഇവിടെ രാംകി പേട്ടിയിൽ നടക്കാൻ പോകുന്ന ലേസർ ഷോ ആണ്. അതിനുള്ള ഒരുക്കങ്ങൾ ഇവിടെ തുടങ്ങി. നേരത്തെ ഞാൻ പറഞ്ഞ ശിവ് മന്ദിർ ഇല്ലേ, അതാണ് ഈ ബിൽഡിംഗ്. അതെങ്ങനെയാണ് ഇപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് ഭംഗിയാക്കിയിരിക്കുന്നത് നോക്കൂ. ये क्या करना है बताइए? जलाकर आरती करके चढ़ा दीजिए। इधर आरती करके इधर चढ़ा देना है। जितना भी चढ़ाना चाहिए, 5, 11, कितना रुपया है? 20 रुपए का है। 20 रुपया है। हाँ? शुभ शुभ करता है। 5 चढ़ाइए चाहे
ओके, कितना है? 5 है। ओके ठीक है, ये वहाँ छोड़ना है, जलाकर आरती करके जलाना है। हाँ, किधर जलाना है? हम जलाएंगे। आप आएंगे? ओके, ओ ऐसे जलाना है। ओके ठीक है। प्लेट मत छोड़ना। हाँ, ये प्लेट मत छोड़ना है। ओके ओके, आती हूँ। सुखनिधि पुरन्दर विठलन महामन्त्र राममन्त्र जपिसो हे मनुज राममन्त्र जपिसो എത്ര ആൾക്കാരാന്നറിയോ ഓരോ ദിവസവും ഇവിടെ വരുന്നത്. ഇവിടുത്തെ തിരക്ക് കണ്ടോ എത്രയാന്ന്. എന്ത് ഭംഗിയാന്നറിയോ ഇതെല്ലാം കാണാനായിട്ട്. നന്നായിട്ട് അവർ ഇതെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുറേ നേരം ഇവിടെ ഇങ്ങനെ വന്നിരുന്ന് ഇതെല്ലാം കാണാൻ നല്ല രസമാണ്. अयोध्या कइलो रामलला देशुम गेलो पावन जल्ला अयोध्या कइलो रामलला देशुम गेलो पावन जल्ला पूर्व सुकृतानि हे भाग्यमिल्ला रामराज्य भुइंचेरि अयिला अयोध्या कइलो रामलला. ഞാനിപ്പോൾ നിൽക്കുന്നത് ഭരത് കുണ്ട് അതിൻ്റെ സൈഡിലാണ്. ഇവിടെ വെച്ചിട്ടാണ് ശ്രീരാമൻ വനവാസത്തിന് പോകുന്ന നേരത്ത് ഭരതന് പാദുകങ്ങൾ നൽകിയത്. ഈ പരിസരമൊക്കെ അത്രയും പുണ്യമായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ ഒന്ന് കാല് ചവിട്ടാൻ സാധിച്ചു തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. രാത്രി 8:30 അയോധ്യയിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാ ബിൽഡിങ്സിലും രാത്രിയാകുമ്പം ഇതുപോലെ ഒരേപോലെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അതേപോലെ ബോർഡ്, എല്ലാ ബിൽഡിങ്ങിൻ്റെയും ബോർഡ് ഒരേപോലെയാണ് വെച്ചിരിക്കുന്നവർ. എല്ലാ സ്ഥലത്തും ലൈറ്റ് ഇട്ടിട്ടുണ്ട് ബിൽഡിങ്ങിൽ. എല്ലാ ബിൽഡിങ്ങിലെയും ബോർഡിൻ്റെ ഫോണ്ടും കളറും ഒരേപോലെയാണ്. अयोध्या कइलो रामलला ശ്രേഷ്ഠയുടെ 50ാമത്തെ അധ്യായത്തിൽ ശ്രീരാമക്ഷേത്രം, അതും അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം ഉൾപ്പെടുത്തുവാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമായി കരുതുന്നു. ഇനിയും ശ്രേഷ്ഠയിലൂടെയുള്ള സംഗീതയാത്രകൾ തുടരാം.